ഹായ് ഫ്രണ്ട്സ്, സാപ്പിന മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തതും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് നാളെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതുമായ സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് മാർച്ച് മാസം 20-ാം തീയതിയാണ്. അപ്പോൾ മാർച്ച് മാസം 20, 21 തീയതികൾ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളും സീരീസുകളാണ്. ഓക്കെ, ഏകദേശം 17ഓളം റിലീസുകളുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ ഒരു സീരീസ് ആണ്, ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. ഹാപ്പി ഫേസ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. പാരാമൗണ്ട് പ്ലസിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. 2 എപ്പിസോഡുകളാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സ്വീഡിഷ് മൂവിയാണ്. ഫ്രം ഡാർക്ക്നെസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലും ബുക്ക് മൈ ഷോസിലായിട്ടാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി സീരീസ് ആണ്. കന്നഡ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. കന്നഡ ഹിന്ദി ഹോട്ട്സ്റ്റാറിന്റെ സീരീസ് ആണ്. ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്നതാണ്. മൾട്ടി ഓഡിയോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഒരു തമിഴ് മൂവിയാണ്. മിസ്റ്റർ ഹൗസ് കീപ്പിംഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ടെൻഡുകോട്ട OTT പ്ലാറ്റ്ഫോമിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. ആഹാ തമിഴ് വഴി മാർച്ച് മാസം 25-ാം തീയതി ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ശ്രീകാന്ത് പ്രധാന വേഷം കൈകാര്യം ചെയ്ത തമിഴ് മൂവിയാണ്. ദിനാസറി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ടെൻഡുകോട്ട OTT പ്ലാറ്റ്ഫോം വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ജിതേന്ദ്ര റെഡ്ഡി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV വഴി ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഇംഗ്ലീഷ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഡ്യൂപ്ലിസിറ്റി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആണ്, ഒരു ഇന്ത്യ ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. കാക്കി ദ ബംഗാൾ ചാപ്റ്റർ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സീരീസ് ഹിന്ദി, തമിഴ്, തെലുങ്ക്, ബംഗാളി, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് അവൈലബിൾ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസ് ആണ്. ദ റെസിഡൻസ് ആണ് സീരീസിന്റെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ടാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത കുഞ്ചാക്കോവനും പ്രിയാമണിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ഒരു ആക്ഷൻ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ. ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. മലയാളം ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ടാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു തെലുങ്ക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ബ്രഹ്മ ആനന്ദം എന്ന് പറയുന്ന സിനിമ. ആഹാ തെലുങ്ക് വഴിയാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് സത്യരാജ്, ജയ്, യോഗി ബാബു എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ബേബി ആൻഡ് ബേബി എന്ന ഒരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമ സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. തമിഴ് ഭാഷയിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. ആദി ശങ്കരാചാര്യ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. മലയാളം ഡബ്ഡ് വേർഷനിൽ മലയാളം മാക്സിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. പ്രിസൺസ് ആണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഈ ഒരു ആക്ഷൻ ത്രില്ലർ മൂവി തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് VR OTT പ്ലാറ്റ്ഫോമിലും അതുപോലെ തന്നെ പ്രൈം വീഡിയോ ചാനലിലും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു മലയാളം മൂവിയാണ്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുണ്ട്. സോറി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അടുത്തത് വിശ്വക്സൻ പ്രധാന വേഷം കൈകാര്യം ഒരു തെലുങ്ക് മൂവിയായിരുന്നു. ലൈല എന്ന് പറഞ്ഞ സിനിമ. തെലുങ്ക്, തമിഴ് ഭാഷകളായിട്ട് ഈ സിനിമ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ കന്നഡ, മലയാളം ഡബ്ഡ് വേർഷൻ കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. ആമസോൺ പ്രൈമിലാണ്. അടുത്തത് നമ്മുടെ പ്രദീപ് രംഗനാഥൻ പ്രധാന വേഷം കൈകാര്യം റൊമാന്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ഡ്രാഗൺ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ഇതിനു മുമ്പേ തന്നെ ലീക്ക് ആക്കപ്പെട്ടിരുന്നു. ലോ ക്വാളിറ്റി പ്രിന്റ് ലീക്ക് ആക്കപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ തിയേറ്റർ പ്രിന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഒഫീഷ്യലായിട്ട് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിലായിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. പലരും കമന്റ് ബോക്സിൽ ഈ സിനിമയുടെ റിലീസിനെ കുറിച്ച് പറയുന്ന സമയത്ത് പലരും കമന്റ് ബോക്സ് പറയുന്നുണ്ട് ഈ സിനിമ എന്നോ റിലീസ് ആയിടാൻ പറ്റുന്ന മറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒഫീഷ്യലായിട്ട് ഈ സിനിമ റിലീസ് ചെയ്തിട്ടില്ല. ലീക്ക്ഡ് പ്രിന്റാണ് വന്നിട്ടുള്ളത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നെറ്റ്ഫ്ലിക്സിലാണ് ഡ്രാഗൺ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്ന് റിലീസ് ചെയ്തതും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നാളെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിലേതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.